കിലോയ്ക്ക് 300 രൂപ കൊടുത്ത് മേടിച്ച നല്ല ഒന്നാന്തര പോർക്ക് വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം. ചുമ്മാ ഇരുന്ന് നിങ്ങൾ വീഡിയോ അങ്ങോട്ട് കണ്ടോ, ഇന്ന് നമ്മൾ തകർക്കും. തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 കിലോ പോർക്ക് നല്ലതുപോലെ കഴുകിയെടുത്ത് കുക്കറിലോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിലോട്ടുണ്ടല്ലോ 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും, 1 ടീസ്പൂൺ കുരുമുളക് പൗഡറും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൗഡറും, പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രമേ ഇപ്പം ചേർക്കുന്നുള്ളൂ. പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യം പോലെ ചേർക്കാം. 2 കറിവേപ്പിലയും പിന്നെ കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി പുരട്ടി കൊണ്ടെടുക്കുക. ആ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ആ ഒരു പോർക്കിൽ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കിട്ടണം. നല്ല ചോവാന്നതാ ഇതുപോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിന്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 6 വിസിൽ അങ്ങോട്ട് അടുപ്പിക്കണം. ഒരുപാട് അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് കുഴഞ്ഞു പോകും. 6 മാത്രമേ അടുപ്പിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കുക്കറിന്റെ പ്രഷർ അനുസരിച്ചിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. എല്ലാവരും വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതിരുന്ന് വേവുന്ന സമയത്ത് നമുക്കൊരു പരിപാടി ബാക്കിയുണ്ട്. ഒരു പാനിനകത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ചെറിയുള്ളിയാണ്, ഒരു 100 ഗ്രാം ചെറിയുള്ളി തൊലി കളഞ്ഞ് 2ആയിട്ട് മുറിച്ചെടുത്തേക്കുന്നതാണ്, അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സവാളയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി പകുതി നമുക്ക് ആവശ്യമായിട്ട് വരും. സ്ലൈസായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊണ്ടിരിക്കണം. നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് വഴറ്റുന്ന ഒരുപാട് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നില്ല. വഴറ്റിയെടുത്ത് താണ്ടെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് അങ്ങോട്ട് വരുമ്പോണ്ടല്ലോ ഇത് മൊത്തത്തിലെടുത്ത് ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വയ്ക്കുക. നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു വെറൈറ്റി രീതിയിലാണ്. ഈ സമയത്ത് നമ്മൾ നോക്കി ഒരു 6 വിസിൽ അടുപ്പിച്ച് പോർക്ക് ഇവിടെ വേവിച്ച് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വെന്തിട്ടുള്ള പോർക്കാട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം ഉണ്ടല്ലോ ഒരു പാനിനകത്തിലോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക. നമ്മൾ വെള്ളം കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ചുകൂടി വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, പിന്നെ ഒരു 7-8 വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കണം. ഇനിയാണ് മോനെ നമ്മുടെ ടാസ്ക് കൊടുക്കുന്നത്. ഈ ഒരു ഗ്രേവി നല്ലതുപോലെ വറ്റിച്ചങ്ങോട്ട് എടുക്കണം. എങ്കിലേ ആ പോർക്കിൽ ആ ഒരു ടേസ്റ്റ് ഒക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടത്തുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ട് ആ ഗ്രേവി അങ്ങോട്ട് വറ്റിച്ചങ്ങോട്ട് കിട്ടുമ്പോഴത്തേക്കുണ്ടല്ലോ അതാ നോക്കിയ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ പരുവത്തിലായിരിക്കും. നല്ല എരിവും ഉപ്പും ഒക്കെ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചേക്കുന്ന ചെറിയുള്ളി സവാളയുടെ ആ ഒരു മിക്സ് കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും, 1 ടീസ്പൂൺ കുരുമുളക് പൗഡറും, 1 തണ്ട് കറിവേപ്പിലയും, ആദ്യം കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി ഉപ്പ് ഇപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അരമുറി സവാള സ്ലൈസ് ആക്കിയത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി പുരട്ടിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നോക്കിയാൽ നല്ല കിണ്ണം കാച്ചി ഒരു പോർക്ക് ഫ്രൈ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വരും. കാണാൻ തന്നെ എന്ത് മനോഹരം നോക്കിയേ. അപ്പോൾ പിന്നെ ഇത് കഴിച്ചാലുള്ള ടേസ്റ്റ് എത്രത്തോളം ആയിരിക്കും. കഴിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു ഗ്ലാസ് നല്ല ചൂട് കട്ടൻ കാപ്പിയോടെ വേണം കഴിക്കാനായിട്ട്. ഒരു പ്ലേറ്റ് പോർക്ക് ഫ്രൈ പോകുന്ന വഴി അറിയത്തില്ല. അന്യ ടേസ്റ്റിലാട്ടോ നമ്മൾ ഈ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരുപാട് മസാലയോ കാര്യങ്ങളോ ഒന്നും ചേർത്തില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പോർക്ക് ഫ്രൈ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. പോർക്കിന് നിങ്ങളുടെ നാട്ടിൽ എത്രയാണ് റേറ്റ് എന്നുള്ളത് താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റായിട്ട് ഒന്ന് ഇട്ടേക്കണേ. ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്നൊരു ഫോളോ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രം ഒന്ന് പ്രസ് ചെയ്തേക്കുക. നല്ലൊരു കിട്ടിലൻ കിട്ടുക്കാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം.